നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. ഇവിടെയൊക്കെ മഴയുണ്ട്, വിഷുവിന് മുപ്പാടായിട്ടുള്ള മഴച്ചാറിൽ. ഞാൻ താമസിക്കുന്നിടത്ത് മഴച്ചാറിലുള്ളൂ കേട്ടോ. ഇതിപ്പോൾ 1 കിലോമീറ്റർ വിട്ട് മഴ പെയ്യും, പിന്നെ ചാറും, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയായതുകൊണ്ട് ഇവിടെ മഴയില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഇവിടെ ചാറുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് എൻ്റെ ചോറ്റുപാത്രത്തിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ചോറ്റുപാത്രത്തിൽ നമുക്ക് ചോറ്, പിന്നെ പൊടിഞ്ഞ പപ്പടം എന്ന് പറഞ്ഞാൽ പൊടിച്ചുണ്ടാക്കിയ പപ്പടം ഒന്നല്ല, ഇത് വറുത്ത് വെച്ചിട്ട് ടിന്നിലിരുന്ന് പൊടിഞ്ഞതാണ്, അപ്പോൾ അതങ്ങോട്ട് എടുത്തു. പിന്നെ നമുക്ക് മാമ്പഴ പുളിശ്ശേരിയാണുള്ളത്. മാമ്പഴ പുളിശ്ശേരി കണ്ടോ, വിഷുവൊക്കെ അടുത്തില്ലേ, അപ്പോൾ മാമ്പഴ പുളിശ്ശേരി കൂട്ടി ചോറുണ്ണ. വിഷുവിന് പ്രധാനം മാമ്പഴ പുളിശ്ശേരിയാണ്. പിന്നെ ബീട്രൂട്ടും ക്യാരറ്റും കൂടി തോരൻ. പിന്നെ നമ്മുടെ മാങ്ങ അച്ചാർ. ഇതിപ്പോൾ എവിടെ വയ്ക്കും, ഇവിടെ വയ്ക്കാം. മാങ്ങ അച്ചാർ. പിന്നെ നമ്മുടെ വെള്ളം. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ചോറ്റുപാത്രത്തിൽ. വരൂ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. മക്കളെ വരൂ, നമുക്ക് ഭക്ഷണം കഴിക്കാം. അടിപൊളി അച്ചാറ. അപ്പോൾ വിഷു ആയില്ലേ മക്കളെ? ഞാൻ ഇവിടെ വിഷു ആയാലും തൃശ്ശൂർ പൂരമായാലും ഓണായാലും എൻ്റെ പെങ്ങന്മാരെയോ അവരുടെ മക്കളെയോ ഒന്നും വിളിക്കാറില്ല. ഇവിടെ വിളിക്കണം നിയമമില്ല, ഇവിടെ വന്നിരിക്കണം, അതാണ് നിയമം കൊടുത്ത. അതുപോലെ അവരും പറയില്ല ഞങ്ങൾ വരുന്നുണ്ടെന്ന്, അവരും പറയില്ല. അപ്പം ഞാൻ വെളിച്ചാകുമ്പോൾ എഴുന്നേറ്റ് തുടങ്ങും പാചകം. അവരൊക്കെ വരുമ്പോഴേക്കും ഭക്ഷണം ഒരുക്കണ്ടേ. അപ്പം അങ്ങനെ പാചകങ്ങൾ ഉണ്ടാക്കി എല്ലാവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കും. അത് വിചാരിച്ചവരും എത്തില്ല, അന്ന് എത്തണവരെത്തി, അന്ന് അതല്ല കൂടുതലെത്തും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അപ്പം എൻ്റെ ഓണം വിഷു തൃശ്ശൂരൊക്കെ അങ്ങനെയാണ്. പിന്നെ തൃശ്ശൂർകാരുടെ തൃശ്ശൂർ എന്ന് പറഞ്ഞാലേ, നിങ്ങളൊക്കെ വന്ന് കാണുന്ന വലിയ പൂരല്ല കേട്ടോ. അത് കഴിഞ്ഞ് ചെറിയൊരു പൂരമുണ്ട്, അതാണ് തൃശ്ശൂർക്കാരുടെ പൂരം. അന്നാണ് വിരുന്നുകാരൊക്കെ ഞങ്ങൾക്ക് വരിക. മറ്റേതിനും വരും, എന്നാലും കൂടുതൽ പൂരം കാണാൻ പോകണം എന്നുള്ള ആഗ്രഹമുള്ളവരൊക്കെ വരും. കുടമാറ്റം കാണാനും ഒക്കെ ഉള്ളവർ വരും. എന്നാലും ഞങ്ങളുടെ തൃശ്ശൂരിലെ സ്ത്രീകളൊക്കെ കൂടി കുടുംബത്തോടു കൂടി അധികം പോകുന്നത് അവസാനത്തെ ദിവസത്തെ ഉച്ചപൂരത്തിനാണ്. എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലുമൊക്കെ പൂരത്തിന് വരുന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കൂട്ടാ.
കൃത്യസമയത്ത് തന്നെ വരുന്നുണ്ട് അമ്മാദേവി. പാടാന്ന് ഓടിയിട്ടാ വരുന്നത്. ഇതെന്താ അത്? എന്തിനാ ഇങ്ങനെ ഓടണേ? അയ്യോ, ഇങ്ങനെയാ? നന്നായി വേഗം വരില്ലേ? വല്ല മൂക്കൂറ്റി വീണ കാണാം. വല്ലാത്ത ഓട്ടം പൊന്നേ. അത് ഓർക്കും അമ്മ. ഞാന് വെളിച്ചായിട്ട് മൂന്നാമത്തെ തണ്ടൽ കഴിഞ്ഞ് വന്നു. ഒന്നടച്ചിടാമ്മ ഭാര്യ. ഇപ്പൊ മൂന്നാമത്തെ തണ്ടൽ കഴിഞ്ഞ് വന്നിക്ക. എന്ത് ചെയ്യാനാ? ആദ്യത്തെ തണ്ടല് 6 മണിക്ക്. എന്നിട്ട് ആ ഡ്രസ്സൊക്കെ നനച്ച് മഴ കൊണ്ടിട്ട് വന്നു. എന്നിട്ട് എന്തെങ്കിലും നല്ല മുണ്ടെടുത്ത് കൊടുക്കാമെന്ന് പറയുമ്പോൾ എടുക്കണില്ല. എത്ര ഒരു അലമാരി തുണികൾ എൻ്റെ അമ്മയ്ക്ക് ഇരിക്കണ തൊടില്ല അമ്മ. അമ്മ ഇതെങ്ങനെ കാട്ടി നടക്കുള്ളൂ. പഴയ കാലത്തെ ജീവിതം അവർക്ക്. ഒന്നും അവർ പറഞ്ഞിട്ട് കാര്യമില്ല. പറയുന്ന നമ്മളവരുടെ ശത്രുവാവുക ചെയ്യണം. നമ്മൾ നല്ലത് എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് അപ്പം അവർ ശത്രുവാകും. അപ്പോൾ വിഷുവൊക്കെ ആയില്ലേ മക്കളെ? ഹാപ്പി വിഷു. എല്ലാവരും സന്തോഷം സുഖകരമായി ജീവിക്കൂ. വിഷുവൊക്കെ ആഘോഷിക്കുക. മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ മക്കളെ. അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യട്ടാ. അപ്പോൾ പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിരിക്കൂ.